ഹലോ ഗായ്സ്, എസ് സീരീസിന്റെ 23ാമത്തെ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമുക്ക് ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട്. നമ്മുടെ ഡിസ്പ്ലേ വേണ്ടി നമ്മുടെ മെഗാ സ്റ്റോറേജ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗൈസ്, അതിന്റെ പണി നമ്മൾ ഇന്ന് തുടങ്ങി വെക്കാൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞതിന് മുമ്പത്തെ എപ്പിസോഡ് നമ്മൾ വിതരണ കൊന്നിട്ടുണ്ടായിരുന്നു. നമ്മള് ബീക്കണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റെക്കോർഡ് ചെയ്ത പക്ഷേ എന്റെ കയ്യിൽ കറക്റ്റ് ആയി പോയിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് കാണണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഗൈസ്, നമ്മളോട് വലിയൊരു കുഴി കുഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെയാണ് നമ്മുടെ മെഗാ സ്റ്റോറേജ് വരുന്നത്. ഇപ്പൊ ഗൈസ്, അതിന് വേണ്ടിയുള്ള കുഴിയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. ഗൈസ്, നമ്മൾ ഇത്ര സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബീക്കണും കൂടെ സെറ്റ് ചെയ്തപ്പോഴാണ് നമ്മുടെ പരിപാടിയൊക്കെ പെട്ടെന്ന് കടന്ന്. ഗൈസ്, നോക്കുവാണെങ്കിൽ ഞാൻ ഓഫ് ക്യാമറയെ കുറച്ച് എൻഡ് സിറ്റി റെയ്ഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഗൈസ്, അവിടെ നമുക്ക് ഇത്ര സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യം വരുമായിരിക്കും ഗൈസ്. അപ്പൊ ഇതൊക്കെ നമുക്ക് 30 ഷൾക്കർ ബോട്ട്സ്, 3 എലൈറ്റർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. 2 എലൈറ്റർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കൊണ്ട് സോർട്ട് ചെയ്ത് വെച്ചിട്ട് വരാം ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മൾ ഇവിടെ ബാമ്പു വെച്ചാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി ചെറിയ ഡിസൈൻ ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് 5 ലെയർ ഉള്ള 40 ചെസ്റ്റ് ആണ് ഗൈസ് നിരത്തി വെക്കാൻ പോകുന്നത്. ഇവിടെ ഇങ്ങനെ 1 2 3 4 5 അങ്ങനെ 5 ലെയർ ഉള്ള 40 ചെസ്റ്റ് നമ്മൾ ഞാൻ നിരത്തി വെക്കും ഗൈസ്. അതിനുവേണ്ട റിസോഴ്സസ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്യുന്നത്. അവിടെ കുറച്ച് ചെസ്റ്റ് വേണം. അപ്പൊ ഗൈസ്, നമ്മുടെ ട്രീ ഫാമിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ വുഡൊക്കെ കളക്ട് ചെയ്തേക്കാം. ഇതിനകത്ത് ഇരിക്കുന്ന വുഡൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്തേക്കാം. അപ്പൊ ഗൈസ്, നമുക്കിനി നമ്മുടെ അയൺ ഫാമിലും കൂടെ പോയി നമുക്ക് നമ്മുടെ അയണിങ് എടുത്തുകൊണ്ട് വരാം. അപ്പൊ ഗൈസ്, നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ ഡെക്കറേഷൻ ചെയ്യണോ അതോ നമുക്ക് ചെസ്റ്റ് അടുക്കി വെക്കണോ? അപ്പൊ ഗൈസ്, ഞാൻ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ചെസ്റ്റ് ഒക്കെ വെക്കാം. അപ്പം എൻ്റെ യൂട്ടിലിറ്റീസിനകത്ത് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ കാണേണ്ടതാണ്. അപ്പം നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് നമുക്ക് കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കി തുടങ്ങിയേക്കാം. അപ്പം നമുക്ക് ടോട്ടലി 40 ചെസ്റ്റ് വേണം. 40 എന്ന് പറയുമ്പോൾ 80 ചെസ്റ്റ് വേണം ഗൈസ്. ഡബിൾ അല്ലേ ഗൈസ്? അപ്പൊ നമുക്ക് 80 ചെസ്റ്റ് വേണ്ടി വരും. നമ്മൾ ഒരു സ്റ്റാക്ക് തൽക്കാലം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ബേസിൽ കുറേ ചെസ്റ്റ് കാണും. നമ്മൾ ഈ വുഡൊക്കെ എടുത്ത് തീർക്കുന്നില്ല. അപ്പം എൻ്റെ ബേസിൽ ഇരിക്കുന്ന കുറച്ച് ചെസ്റ്റ് കൂടെ ഞാൻ എടുത്തോട്ട് വരട്ടെ. അപ്പോൾ ഗൈസ്, നമുക്കിവിടെ 2-3 സ്റ്റാക്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ എന്നാലും ഉണ്ടാക്കി പോയി. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ചെസ്റ്റ് ഇവിടെ വെച്ച് തുടങ്ങാം. അപ്പോൾ ഇവിടെ ഒന്ന് അപ്പം ഇങ്ങനെ നമുക്കൊരു 40 ചെസ്റ്റ് വെക്കണം. അപ്പോൾ 1 2 അപ്പൊ ഗൈസ്, ഞാനത് ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് ഗൈസ്. അതിന്റെ ഫുൾ പരിപാടി, ഫുള്ള് റെസ്റ്റോണും എല്ലാം ഞാൻ തീർത്തിട്ടുണ്ട് ഗൈസ്. കുറെ സമയം എടുത്താണേലും എനിക്ക് ഫുള്ള് കൺഫ്യൂസ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഓട്ടോ സോർട്ടർ ഒക്കെ ഉണ്ടാക്കുന്നത്, അതും ഈ 5 ലെയർ ആയിട്ട് 40 ചെസ്റ്റ് ഒക്കെ അടുക്കി വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. കുറച്ചും കൂടെ കൺഫ്യൂഷൻ വന്നു. അത് കുഴപ്പമില്ല, ഞാൻ എങ്ങനെയാണേലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്തോട്ട് പോവാണെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ഇതല്ലേ ഗൈസ്, ഫുള്ള് റെസ്റ്റോണാ. ഇങ്ങനെ ഇത്ര ഹോപ്പർ ഉണ്ടാക്കാൻ നമ്മുടെ ചെറിയൊരു അയൺ ഫാം വെച്ചാണ് ഗൈസ് നമ്മൾ ഇത്ര ഹോപ്പർ ഉണ്ടാക്കിയതൊക്കെ. ഗൈസ്, എന്നെ സമ്മതിക്കണം. പിന്നെ ഭയങ്കര ഫുള്ള് റെസ്റ്റാണ് ഗൈസ്. ഞാൻ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതിന്റെ ട്യൂട്ടോറിയൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ പോയി നിങ്ങൾക്ക് ഉണ്ടാക്കണേ ആദ്യം നോക്കി ഉണ്ടാക്കാവുന്നതാണ്. ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ പുറയിലെ പാർട്ട്. അപ്പൊ ഗൈസ്, നമുക്കിനി ഡെക്കറേഷൻ ചെയ്യണം. അപ്പൊ നമ്മള് ഇവിടെ ആയിരിക്കും ഇവിടെ എന്തേലും ഒന്ന് ചെയ്യണമല്ലോ. ഇത്ര സ്പേസ് ഇത് വെറുതെ കിടക്കുവാണ്. അപ്പം അറിയാവുന്നവർ എന്തേലും ഒന്ന് കമന്റ് ചെയ്യാൻ അറിയിക്കുക. നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. നൈറ്റ് ആവും, ഞാൻ ഒന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ. അപ്പൊ ഗൈസ്, ഞാനിവിടെ ബാമ്പു ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുകൊണ്ടാണ് ഡിസൈൻ ചെയ്യുന്നത്, നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗൈസ്, ഇതെല്ലാം നമുക്ക് എടുത്തിട്ട് നമുക്ക് ബാമ്പു ബ്ലോക്ക് ആക്കി നമ്മുടെ കൈ വെച്ചേക്കാം. ബാമ്പു ബ്ലോക്ക് റെഡി.
അപ്പോൾ ഗൈസ് ഈ ചെസ്റ്റിലുള്ള എല്ലാം എടുത്ത് നമുക്ക് ബാമ്പു ബ്ലോക്ക് ആക്കി വെച്ചേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്രയും ബാമ്പു ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഗൈസ് നമുക്ക് ടഫ് ബ്ലോക്കും കൂടെ ഉണ്ട്. അതിന്റെ പുതിയൊരു വെർഷൻ വന്നിട്ടുണ്ടായിരുന്നു ടഫിന്റെ ബ്രിക്സ് ഒക്കെ. അപ്പം ഇത് നമുക്ക് നമ്മുടെ കയ്യിലോട്ട് എടുത്തേക്കാം. ഇത് ഫുൾ നമ്മൾ എടുക്കുവാണ് ഗൈസ്. ഇതിന്റെ ബ്രിക്സ് നമുക്ക് ഉണ്ടാക്കിയപ്പം നമുക്ക് ഇതെടുത്ത് സ്റ്റോൺ കട്ടിലോട്ട് വെച്ച ബ്രിക്സ് കാണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഗൈസ് അതുപോലെ തന്നെ ബ്രിക്സ് കാണിക്കുന്നുണ്ട്. ടഫ് ബ്രിക്സ് എന്നാണ്. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇത് 1.21 അപ്ഡേറ്റിലാണ്. അപ്പൊ അത് നമ്മളൊരു 2 സ്റ്റാക്ക് ഉണ്ടാക്കി എടുത്തേക്കാം. നമ്മുടെ സ്കാഫോർഡിങ് എടുത്തേക്കാം. നമുക്ക് സ്കാഫോർഡിങ് ആവശ്യം വരും. അപ്പൊ നമുക്ക് ഇനി കുറച്ച് സ്റ്റെയർ ഉണ്ടാക്കിയേക്കാം. നമുക്ക് സ്റ്റെയറും കൂടെ ആവശ്യമുണ്ട്. നമ്മൾ 40 സ്റ്റെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് സ്കാഫോർഡിങ് വെച്ച് ഇങ്ങനെ മണ്ടയിലോട്ട് കയറിയിട്ട്, ശരിക്കും പറഞ്ഞാൽ ഈ സ്കാഫോർഡിങ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഗൈസ്. ഞാൻ വല്ലപ്പോഴും ഒന്നെടുത്ത് യൂസ് ചെയ്താലേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് ഞാൻ സ്റ്റെയർ വെക്കുന്നത്. ഇങ്ങനെ വെച്ചാൽ നമുക്ക് നമ്മുടെ ചെസ്റ്റ് തുറക്കാൻ പറ്റും. അത് വലിയ സീനില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇത്രയും ബാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തൂണൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ച് മാറ്റിയിട്ട് നമ്മുടെ ബ്ലോക്ക് ഓഫ് ബാമ്പ് വെക്കാം. ഇതിങ്ങനെ വെക്കുമ്പോൾ വീട്ടിലമാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല ഗൈസ്, ഇങ്ങനെ വെക്കാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്രയും ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഗൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതേ റൂം ഇത്ര നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ ഇച്ചിരി ഫ്രീ ആക്കണം. അപ്പം നമ്മുടെ ഇൻവെന്ററി ഇച്ചിരി ക്ലീൻ ആക്കണം. അപ്പോൾ ഇതൊക്കെ എടുത്ത് നമ്മുടെ ഇൻവെന്ററിലോട്ട് വെച്ചേക്കാം. അപ്പോൾ ഗൈസ് നമുക്കിനി ടഫ് ബ്ലോക്കും നമ്മുടെ ഇരിക്കുന്ന ബ്രിക്സും കുറച്ച് സ്റ്റോണും, ഗൈസ് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ സ്റ്റോണിന്റെ ഷൾക്കർ എടുത്ത് ഇതിൻ്റെ അകത്ത് കുറച്ച് ബ്രിക്സും കുറച്ച് സ്റ്റെയറും സ്ലാബും കോബിൾ സ്റ്റോണും ഇതെല്ലാം എടുത്ത് നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോണും ഇതെല്ലാം എടുത്തേക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഇറങ്ങി വരണം. അതിന് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ബ്ലോക്ക് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് അങ്ങനെ ഞാൻ ആ പണി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് നമ്മുടെ ചവറൊക്കെ